നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ വിഷ്ണുട്ടാ, ഇപ്പോഴേ ഈ കാർമേഘങ്ങളൊക്കെ നീങ്ങി അന്തരീക്ഷം ഏതാണ്ട് തെളിഞ്ഞ മട്ട. പക്ഷേ ചെറിയൊരു തടസ്സമുണ്ട്. അതെന്താന്നല്ലേ ചോദിക്കണേ? ആ, കല്യാണം കഴിഞ്ഞവരിവിടെ വന്ന ശേഷം ഇവർക്കൊന്ന് സമാധാനമായിട്ട് ഒരിടത്തിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വിഷ്ണുട്ടാ? അതെ, പൂജയും ഹോമവും പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നില്ലേ? ആ, എന്നാ പിന്നെ നമുക്കേ ഒരു ഹണിമൂൺ ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്താലോ? ഊട്ടി, കൊടൈക്കനാല്, അങ്ങനെ എന്തെങ്കിലും പാക്കേജ്? എവിടെ പോവാ? അവിടെ നിൽക്ക്, പറയട്ടെ. അതെ, തൽക്കാലം അത്രയും ദൂരൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ അടുത്തെവിടെയെങ്കിലും. ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ നിന്ന് ഇവരുടെ മനസ്സൊന്ന് മാറിക്കിട്ടണം. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ നമുക്ക് ആ ടൂറിസം വില്ലേജിലേക്ക് പോവാം. അവിടെ ആകുമ്പോ റെസ്റ്റോറന്റ് പാർക്കൊക്കെ ഉണ്ടല്ലോ, മനസ്സും ഒന്ന് തെളിയും. എന്തേ, ഓക്കെ അല്ലേ? ആ, എന്താ പങ്കജം? അല്ല, ചായയോ മറ്റോ കുടിക്കാൻ വേണോന്ന് ചോദിക്കാൻ. ഒന്നും വേണ്ട, എന്തേലും വേണമെങ്കിൽ അങ്ങോട്ട് അറിയിച്ചോളാം. എന്നാ പിന്നെ ജ്യൂസ് എടുക്കാം, ഒന്ന് തണുക്കാൻ നല്ലതാ. എനിക്ക് വേണ്ടത് കിട്ടി, ടൂറിസം വില്ലേജ്. നിന്നോട് പോവാനല്ലേ പറഞ്ഞേ? പിന്നെ കിന്നാരം പറഞ്ഞോട് നിൽക്കണ്ട. ഈ അമ്മ ഓരോന്നര ജോലിക്ക് വെക്കും. ആ, എന്നാലേ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം, ടൂറിസം വില്ലേജ്. ആ, അപ്പൊ എങ്ങനെ പുറപ്പെടുവല്ലേ? അതെ, ഞങ്ങൾ റെഡി ആകുമ്പോഴേക്കും നിങ്ങൾ റെഡി ആവണം കേട്ടോ. അതെ അതെ അതെ. എടോ, ഇവര് കടലിൽ കട്ടറുമ്പായിട്ട് നമ്മൾ വേണോ? അതെ, ഒരു വെടിനിർത്തൽ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇനി ഒരു യുദ്ധപ്രഖ്യാപനം ഉടനെ ഉണ്ടാവാതിരിക്കാൻ തൽക്കാലം 2 കട്ടറുമ്പുകൾ ഇടയിലുണ്ടാവുന്നത് വളരെ നല്ലതാ, അല്ലേ മോളെ? വാ, നമുക്ക് റെഡിയാവാം. റെഡിയാവണേ. താങ്ക്സ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. സത്യമ്മയുടെ ശിക്ഷയെന്ന് എന്നെ നിങ്ങൾ രക്ഷിച്ചതിനോ സ്വയം കുറ്റമേറ്റതിനോ അല്ല ഈ താങ്ക്സ്. എല്ലാം കഴിഞ്ഞിട്ടും തെറ്റ് ചെയ്തത് ഞാനാണെന്നും നിങ്ങൾ ത്യാഗം ചെയ്ത് കുറ്റം ഏൽക്കുകയായിരുന്നെന്നും മറ്റുള്ളവരുടെ മുന്നിൽ വിളംബരം ചെയ്തതിന്. അങ്ങനെ സ്വയം ത്യാഗിയായ ഒരു ഭർത്താവിന്റെ വേഷത്തിൽ സഹതാപ തരംഗം പടർത്തുന്നതിന്, കയ്യിലിരിക്കുന്ന മാണിക്കക്കല്ലിന്റെ വില അറിയാത്ത മന്ദബുദ്ധിയായി എന്നെ വാഴ്ത്തുന്നതിന്, എല്ലാത്തിനും താങ്ക്സ്. എന്നോടുള്ള സ്നേഹം കൊണ്ടാ നിങ്ങൾ കുറ്റേറ്റതെന്ന് ഞാൻ വെറുതെ മോഹിച്ചു. ഒഴുക്കിക്കളഞ്ഞ കണ്ണീര് പാഴായി പോയിന്ന് എനിക്കിപ്പോ മനസ്സിലായി. പേടിക്കണ്ട, അസംബന്ധ നാടകം അതുപോലെ തന്നെ തുടർന്നോട്ടെ, എനിക്കൊരു പരാതിയില്ല. ടൂറിസം വില്ലേജിലേക്കോ മറ്റെവിടേക്കെങ്കിലോ കോമാളി വേഷം കെട്ടി വരാൻ ഞാൻ തയ്യാറാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.